നിൽക്കവിടെ. പെട്ടെന്ന് ഐസിയുവിൻ്റെ ഇടനാഴിയൊട്ടാകെ വിറപ്പിക്കുന്ന ശബ്ദത്തോടെ പുറകിൽ നിന്നും ഒരു ഗർജനം കേട്ടു. താഴെ നിന്നും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കൃത്യസമയത്ത് തിരിച്ചെത്തിയ ഉപ്പയായിരുന്നു അത്. വാതിലേക്ക് ആഞ്ഞു നിന്ന ഫസീലയെയും അമീനയെയും ഉപ്പ ദേഷ്യം കൊണ്ട് തടഞ്ഞു. അമീനയുടെ കൈക്ക് പിടിച്ചു ഉപ്പ അവളെ ശക്തമായി പുറകോട്ട് തള്ളിമാറ്റി. ഉപ്പയുടെ അപ്രതീക്ഷിത വരവും രൗദ്രഭാവവും കണ്ട് അമീനയും ഫസീലയും അവിടെ തന്നെ തറഞ്ഞു നിന്നുപോയി. ഉപ്പ അമീനയ്ക്കും ഫസീലയ്ക്കും നേരെ വിരൽ ചൂണ്ടി കടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അഫ്സലിന്റെ കെട്ടിയവൾ ഇതാ ഇവിടെ നൊമ്പരം തിന്നു നിൽക്കുന്നുണ്ട്. ഇവളുടെ കണ്ണിൽ നിന്നും വരുന്ന ഈ കണ്ണുനീരിനൊക്കെ നീയൊക്കെ ഒരു ദിവസം ഉത്തരം പറയേണ്ടി വരും. പണ്ട് ഈ കുടുംബത്തിന്റെ മാനം കെടുത്തി ഒളിച്ചോടി പോയവളെ അവന്റെ അടുത്തേക്ക് കയറ്റി വിടാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു അമീന? നീ ഇവളെ അപമാനിക്കാൻ നോക്കുന്നത് എന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. മര്യാദക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇവിടെ നിന്നോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോ. മാറി നിൽക്ക അങ്ങോട്ട്. ഉപ്പയുടെ ആ ശാസനയും അവർക്ക് നേരെ തടസ്സമായി നിന്നതും കണ്ടപ്പോൾ അമീനയും ഫസീലയും ആകെ വിളറി വെളുത്തുപോയി. ഫസീലയുടെ ഉമ്മ ഫരീദയും നാണക്കേട് കൊണ്ട് തല താഴ്ത്തി. ഉപ്പ പതുക്കെ ഫസിയെ ചേർത്ത് പിടിച്ച് ഐസിയുവിനുള്ളിലേക്ക് കയറ്റിവിട്ടു. കഥകടഞ്ഞതും പുറത്തെ ബഹളങ്ങളെല്ലാം പെട്ടെന്ന് നിശബ്ദമായി. ഐസിയുവിനുള്ളിൽ കടുത്ത മരുന്നുകളുടെ മണവും മെഷീനുകളുടെ കൃത്യമായ കിലുക്കങ്ങളും മാത്രമായിരുന്നു. ഫസിയുടെ ഹൃദയം വല്ലാതെ ഇടിക്കുന്നുണ്ടായിരുന്നു. അവൾ പതുക്കെ ഓരോ അടിയും വെച്ച് അഫ്സൽ കിടക്കുന്ന ബെഡിനരികിലേക്ക് നടന്നു. തലയിൽ വെളുത്ത ബാൻഡേജും മുഖത്ത് ചെറിയ മുറിവുകളും കയ്യിൽ ഒട്ടനവധി ട്രിപ്പുകളുമായി വല്ലാതെ തളർന്നു കിടക്കുകയായിരുന്നു അഫ്സൽ. ഫസിയുടെ കാൽപെരുമാറ്റം കേട്ടിട്ടാകാം അവൻ വളരെ പ്രയാസപ്പെട്ട് പതുക്കെ കണ്ണുകൾ തുറന്നു. മുന്നിൽ നിറഞ്ഞ കണ്ണുകളോടെ ചുണ്ടുകൾ വിറപ്പിച്ചു കൊണ്ട് നിൽക്കുന്ന തൻ്റെ ഫസിയെ കണ്ടതും അഫ്സലിന്റെ മുഖത്ത് പെട്ടെന്നൊരു മാറ്റമുണ്ടായി. അതുവരെ മരണതുല്യമായി ക്ഷീണിച്ചു കിടന്നിരുന്ന അവന്റെ കണ്ണുകളിൽ ഒരു വലിയ ജീവൻ തിരിച്ചു വന്നതുപോലെ പ്രകാശമുണ്ടായി. താൻ കാണാൻ കൊതിച്ച തൻ്റെ പ്രാണന്റെ മുഖം ഒടുവിൽ മുന്നിലെത്തിയെന്ന ആശ്വാസത്തിൽ അഫ്സലിന്റെ ചുണ്ടുകളിൽ നേരിയൊരു പുഞ്ചിരി വിരിഞ്ഞു. താൻ വല്ലാതെ തിരഞ്ഞ ആ പ്രിയപ്പെട്ട മുഖം ഒടുവിൽ മുന്നിൽ കണ്ടപ്പോൾ അഫ്സലിന്റെ കണ്ണിൽ നിന്നും സങ്കടവും സന്തോഷവും കലർന്ന കണ്ണുനീർ തുള്ളികൾ ഒലിച്ചിറങ്ങി. അവൻ പതുക്കെ തൻ്റെ വിറയ്ക്കുന്ന കൈകൾ ഫസിക്ക് നേരെ നീട്ടി. ഫസിക്ക് പിന്നെ സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവൾ ആ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് പതുക്കെ തലവെച്ച് പൊട്ടിക്കരഞ്ഞു. ഇക്കാക്ക. അഫ്സൽ തൻ്റെ കൈയിലെ സൂചിയുടെ വേദന പോലും മറന്ന് ഫസിയുടെ കൈകളിൽ മുറുകെ പിടിച്ചു. അവൻ വളരെ പ്രയാസപ്പെട്ട് പതുക്കെ പറഞ്ഞു, ഫസി, നീ വരില്ല എന്നാ ഞാൻ വിചാരിച്ചേ. നീ എന്നെ വിട്ടു പോകില്ലല്ലോ അല്ലേ? എന്നോട് ക്ഷമിക്കില്ലേ? ഫസി അവനെ കൂടുതൽ സംസാരിക്കാൻ അനുവദിക്കാതെ ചുണ്ടിൽ കൈവച്ചു. ഇല്ല കാക്ക, ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ഇക്കൊന്നും പറ്റില്ല. ഞാൻ എങ്ങും പോകില്ല. ദാ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഫസി കൂടെയുണ്ട് എന്ന ഉറപ്പ് അഫ്സലിന്റെ ശരീരത്തിന് വലിയൊരു ഉന്മേഷം നൽകി. മോണിറ്ററിലെ അവൻ്റെ ഹാർട്ട് റേറ്റ് വളരെ പെട്ടെന്ന് നോർമലായി മാറുന്നത് കണ്ട് പുറത്തുനിന്ന് ഡോക്ടർ പോലും അത്ഭുതപ്പെട്ടുപോയി. സ്നേഹത്തിന് വലിയൊരു മാറ്റം വരുത്താൻ കഴിയുമെന്ന് ആ നിമിഷം തെളിയിച്ചു. അഫ്സൽ ഇപ്പോൾ ഓക്കെയാണ് എന്നറിഞ്ഞതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഉപ്പയും ഉമ്മയും അർഷിയും കൂടി കുറച്ച് ദൂരെയുള്ള ഹോസ്പിറ്റൽ ക്യാൻറ്റീനിലേക്ക് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി പോയി. ഹാഷിമും എന്തോ ആവശ്യത്തിനായി ഹോസ്പിറ്റലിന് പുറത്തിറങ്ങിയിരുന്നു. അഫ്സലിനെ കണ്ട് ഫസി ഐസിയുവിന് പുറത്തു വന്നു. അവൾ ചുറ്റും നോക്കി. ആരെയും കാണാത്തത് കൊണ്ട് അവൾ തൊട്ട് കിടക്കുന്ന ചെയറിൽ പോയിരുന്നു. തൻ്റെ ഉള്ളിലുള്ള വിഷമത്തെ ഫസിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഫസി രണ്ടു കൈകൊണ്ട് മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു. അഫ്സലിൻ്റെ ആ കിടപ്പും തങ്ങൾക്കിടയിലുണ്ടായ തെറ്റിദ്ധാരണകളും ഓർക്കും തോറും മനസ്സിലെ സങ്കടം ഇരട്ടിയാവുകയാണ്. ഫസി ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് കണ്ടതും ദൂരെ മാറി നിന്ന് ഫസീലയുടെ ഉമ്മ ഫരീദ ദേഷ്യത്തോടെ അവളുടെ അരികിലേക്ക് നടന്നു വന്നു. അവരുടെ മുഖത്ത് വല്ലാത്തൊരു ക്രൂരതയുണ്ടായിരുന്നു. ഫരീദ ഫസിയുടെ മുന്നിൽ വന്ന് കൈകൾ കെട്ടി നിന്ന് അവളുടെ മനസ്സ് തളർത്തുന്ന രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. ഡീ, വെറുതെ ഇരുന്ന് ഇവിടെ ആരെ കാണിക്കാനാടി ഇങ്ങനെ മോങ്ങുന്നത്? നിനക്ക് കരയണമെങ്കിൽ വീട്ടിലിരുന്ന് കരഞ്ഞാൽ പോരെ, ഇവിടെ ഇരുന്ന് അഭിനയിക്കണോ? അഭിനയിക്കാൻ പണ്ടേ മിടുക്കിയല്ലേ. ബാക്കിയുള്ളവരെ മെനക്കെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളി പോന്നിക്കുന്നു.
നീ പോയി കാല് കുത്തുന്നിടത്തൊക്കെ ഓരോ അപകടങ്ങളാണല്ലോ. എന്ത് ശാപം പിടിച്ച പെണ്ണാണാവോ. ഫരീദയുടെ ആ വിഷവാക്കുകൾ കേട്ട് ഫസീല തലയുയർത്തി നോക്കി. അവളുടെ കണ്ണുകൾ ഭയം കൊണ്ട് നിറഞ്ഞു. അവൾ മെല്ലെ ചെയറിൽ നിന്നും എഴുന്നേറ്റു. അപ്പോഴേക്കും തൊട്ടു നിന്നിരുന്ന അമീന ഫസിക്ക് നേരെ വിരൽ ചൂണ്ടി വന്നു. എന്തൊക്കെ കൊടുക്ക എന്ന് പറഞ്ഞിട്ടാടി നീ എൻ്റെ ഹാഷിക്കാനെ മയക്കി നിന്റെ കൂടെ കൂട്ടിയത്? എൻ്റെ ഭർത്താവിനെ പോലും നീ നിന്റെ കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണല്ലോ. നിന്നെ ഞാൻ ഇന്ന്. ദേഷ്യം മൂത്ത അമീന ഫസിയുടെ കൈക്ക് പിടിച്ച് വലിക്കാനാഞ്ഞു. ഫസി ഭയന്ന് പുറകോട്ട് മാറി. നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് അമീന കൈ പൊക്കി തല്ലാനായി അടുത്തേക്ക് അടുത്തതും പെട്ടെന്ന് ഒരു കൈ വന്ന് അമീനയുടെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ചു. തൻ്റെ കൈത്തണ്ടയിൽ ഇരുമ്പ് പോലെയുള്ള ഒരു പിടി വീണതും അമീന ഞെട്ടിത്തിരിഞ്ഞു നോക്കി. കടുത്ത ദേഷ്യത്തോടെ നിൽക്കുന്ന ഹാഷിമിനെ കണ്ടതും അവളുടെ ഉള്ളിലെ ധൈര്യമെല്ലാം ചോർന്നുപോയി. അമീനയുടെ കൈ വേദന കൊണ്ട് പൊളിഞ്ഞു. സാധാരണ ശാന്ത സ്വഭാവക്കാരനായ, ഒന്നിനും ദേഷ്യപ്പെടാത്ത ഹാഷിം തൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും കടുത്ത ദേഷ്യത്തിൽ വിറച്ചുകൊണ്ട് നിൽക്കുന്നത്. അവൻ്റെ കണ്ണുകളിലെ ചുവപ്പും ആ ഭാവവും കണ്ടപ്പോൾ അമീനയുടെ ഉള്ളൊന്ന് വിറച്ചു. ഹാഷിം അമീനയുടെ നേരെ വിരൽ ചൂണ്ടി കടുപ്പിച്ചു പറഞ്ഞു, ഇതൊരു ഹോസ്പിറ്റലായി പോയി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ ഇപ്പോൾ തന്നേനെ. അമീന, നിന്റെ നാവ് ഇത്രയും പുഴുത്തതാണോടി? ഇനി നീ ഫസിയെ എന്തേലും പറഞ്ഞാൽ എൻ്റെ ശരിക്കുള്ള മുഖം നീ കാണും. ഫരീദയുടെ നേരെ തിരിഞ്ഞ് ഹാഷിം പറഞ്ഞു. പിന്നെ നിങ്ങളോട് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. ഒരു തെറ്റും ചെയ്യാത്ത ഒരു പെൺകുട്ടി ഇവിടെ ഇരുന്ന് കരയുമ്പോൾ അവൾ ആശ്വസിപ്പിച്ചില്ലെങ്കിലും കുത്തി നോവിക്കാതിരുന്നൂടെ? നിങ്ങളുടെ മകൾ കാണിച്ച ഈ നാണം കെട്ട പണിക്ക് കൂട്ടുനിന്നതും പോരാഞ്ഞിട്ട് ഈ ഹോസ്പിറ്റലിൽ വന്നു നിങ്ങളുടെ സ്വഭാവം കാണിക്കുന്നു. മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങിക്കോണം രണ്ടുപേരും. അതും പറഞ്ഞ് ഹാഷിം പുറത്തു പോയി. അമീനയും ഫരീദയും ഒരക്ഷരം മിണ്ടാതെ ഭയന്നു വിറച്ച് മാറി നിന്നു. ആ സമയത്താണ് ക്യാൻറ്റീനിൽ നിന്നും ഫുഡും വാങ്ങിച്ച് അഫ്സലിൻ്റെ ഉപ്പയും ഉമ്മയും അർഷിയും കൂടി അവിടേക്ക് തിരിച്ചെത്തിയത്. ഉമ്മയെ കണ്ടതും അതുവരെ ഉള്ളിൽ ഒതുക്കി പിടിച്ചിരുന്ന സങ്കടങ്ങളെല്ലാം ഫസിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവൾ ഓടിച്ചെന്ന് ഉമ്മയെ കെട്ടിപ്പിടിച്ച് അവരുടെ നെഞ്ചിലേക്ക് തലവെച്ച് പൊട്ടിക്കരഞ്ഞു. ഫസിയുടെ ആ കരച്ചിൽ കേട്ട് ഉമ്മയുടെ നെഞ്ച് തകർന്നു പോയി. ഐഷുമ്മ അവളെ തൻ്റെ ഇരുകൈകൾ കൊണ്ടും മുറുകെ ചേർത്ത് പിടിച്ച് ഫസിയുടെ തലയിൽ തലോടിക്കൊണ്ട് ഉമ്മയും കരഞ്ഞു. കരയേണ്ട മോളെ, എൻ്റെ സങ്കടയും ഉമ്മാക്കറിയും. എൻ്റെ കുട്ടി സമാധാനമായിട്ടിരിക്കുക. ഉമ്മയും ഉപ്പയും ഫസിയെ ഇങ്ങനെ നെഞ്ചോട് ചേർക്കുന്നത് കണ്ടു നിന്ന ഫസീലയുടെയും ഉമ്മ ഫരീദയുടെയും ഉള്ളിൽ അസൂയയും ദേഷ്യവും ഇരച്ചു കയറി. അഫ്സലിൻ്റെ ഉമ്മയുടെ ആ ചേർത്ത് പിടിക്കലും സ്നേഹവും കണ്ട് ഫസീലയുടെ മുഖം കറുത്തിരുണ്ടു. അവൾ കല്ലിച്ച കണ്ണുകളോടെ ഫസിയെ നോക്കി ഉള്ളിൽ വിചാരിച്ചു, ഇതല്ലേ എനിക്ക് കിട്ടേണ്ട സ്നേഹവും സ്ഥാനവുമല്ലേ ഈ നാശം പിടിച്ചവൾ കയറി എല്ലാം തട്ടിയെടുത്തു എന്നും പറഞ്ഞ് രൂക്ഷമായി ഫസിയെ നോക്കിക്കൊണ്ടിരുന്നു. കൃത്യസമയത്താണ് ഡോക്ടർ ഐസിയുവിൻ്റെ കതക് തുറന്ന് പുറത്തേക്ക് വന്നത്. എല്ലാവരുടെയും മുഖത്തേക്കൊന്ന് നോക്കി ഡോക്ടർ പുഞ്ചിരിയോടെ പറഞ്ഞു, ഇനി പേടിക്കാനൊന്നുമില്ല. അഫ്സലിൻ്റെ കണ്ടീഷൻ ഇപ്പോൾ സ്റ്റേബിളാണ്. അവനെ റൂമിലേക്ക് മാറ്റാൻ പോവുകയാണ്. അത് കേട്ടതും ഫസി ഉമ്മയുടെ നെഞ്ചിൽ നിന്നും തലയുയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞു. അൽഹംദുലില്ലാ. കുറച്ച് സമയത്തിനകം അഫ്സലിനെ റൂമിലേക്ക് മാറ്റിയതിനു ശേഷം ഡോക്ടറും നഴ്സും റൂമിലേക്ക് വന്ന് അവർ അഫ്സലിൻ്റെ ബിപിയും മറ്റ് കണ്ടീഷനുകളും ഒരിക്കൽ കൂടി കൃത്യമായി പരിശോധിച്ചു. എല്ലാം നോർമലായെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഡോക്ടർ ഫസിയോടും ഉമ്മയോടുമായി പറഞ്ഞു, സർജറി കഴിഞ്ഞതുകൊണ്ട് ഇപ്പോൾ കട്ടിയുള്ള ആഹാരങ്ങളൊന്നും അഫ്സലിന് കൊടുക്കരുത്. എല്ലാം നോർമലാണ്. അതുകൊണ്ട് ഇപ്പോൾ വളരെ ലേറ്റ് ആയിട്ടുള്ള ഫുഡ് എന്തെങ്കിലും കൊടുത്തു തുടങ്ങാം. കുറച്ച് കഞ്ഞി കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഡോക്ടറും നഴ്സും പോയ ഉടനെ ഉമ്മ ക്യാൻറ്റീനിൽ നിന്നും വാങ്ങിക്കൊണ്ടുവന്ന കഞ്ഞിക്കപ്പ് ഫസിയുടെ കയ്യിലേക്ക് കൊടുത്തു. ഫസി വളരെ സ്നേഹത്തോടെയും കരുതലോടെയും കൂടി അഫ്സലിൻ്റെ അരികിലിരുന്ന് പതുക്കെ ആ കഞ്ഞി അവൻ്റെ വായിൽ വെച്ച് കൊടുക്കാൻ തുടങ്ങി. തൻ്റെ പ്രാണൻ നൽകുന്ന ഓരോ സ്പൂൺ കഞ്ഞി കുടിക്കുമ്പോഴും അഫ്സലിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. മരുമകൾ മകനെ ജീവനായി പരിചരിക്കുന്നത് കണ്ട് ഉമ്മയുടെയും അർഷിയുടെയും മനസ്സും കണ്ണും ഒരുപോലെ നിറഞ്ഞു. റൂമിൻ്റെ വാതിൽക്കൽ വന്ന് ഇതെല്ലാം ഒളിഞ്ഞു നോക്കുകയായിരുന്ന അമീനക്കും ഫസീലക്കും ഇത് കണ്ടപ്പോൾ ദേഷ്യം വന്ന് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. തങ്ങളുടെ പ്ലാനുകളെല്ലാം പാളി ഫസി അവിടെ രാജ്ഞിയെ പോലെ എല്ലാവരുടെയും സ്നേഹം വാങ്ങുന്നത് ഫസീലക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല.